ഞാൻ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ പുരോഹിതന്മാരെ നിങ്ങൾക്ക് നൽകും. ജെറമ്യ പ്രവാചകൻ്റെ തിരുവചനമാണ് നാം ഈ ശ്രവിച്ചത്. പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് നൂറ്റാണ്ടുകളായി സഭയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ മാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നാം ശ്രവിച്ച ദൈവവചന ഭാഗങ്ങൾ. ഒന്നാമത്തെ വായന ജെറമ്യ പ്രവാചകൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള വിവരണമാണ്. ഓരോ പ്രവാചകൻ്റെയും ഓരോ അപ്പോസ്തലൻ്റെയും ശിഷ്യൻ്റെയും ദൈവവിളിയിൽ പൗരോഹിത്യത്തിൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെയും ദൈവവിളി തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ജെറമ്യ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ അരുളി ചെയ്യുന്ന തിരുവചനങ്ങളാണ്. 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നാം ശ്രവിച്ചത്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശദീകരിച്ചു, ഞാൻ നിന്നെ നിയോഗിച്ചു. നമുക്കറിയാം, ബ്രദർ മിഥിൻ പോൾ നമ്മുടെ അതിരൂപതയിൽ വൈദിക വിദ്യാർത്ഥിയായിട്ടാണ് പരിശീലനം ആരംഭിച്ചത്. നീണ്ട പരിശീലന പ്രക്രിയയുടെ ഒരു ഘട്ടത്തിൽ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ദൈവവിളിയുടെ ആ വിശ്വസ്തയോടുള്ള യാത്രയിൽ താൻ യോഗ്യനാണോ, തനിക്ക് ഈ ജീവിതാന്തസ് ചേരുന്നതാണോ എന്ന് വളരെയേറെ പ്രാർത്ഥനാപൂർവം വിചിന്തനം ചെയ്യുവാൻ, തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാനുള്ളൊരു സന്ദർഭമായിരുന്നു അത്. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും പൂർത്തീകരിക്കപ്പെടും. അനാദി മുതലേ വിളിക്കുന്ന ദൈവം കാലത്തിൻ്റെ തികവിൽ തൻ്റെ പദ്ധതി താൻ വിളിക്കുന്നവരിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇന്ന് ഡീക്കൻ മിഥിൻ പോൾ ഒരു നവവൈദികനാകുന്നത് ഭാരതത്തിലെ ബീഹാർ സംസ്ഥാനത്തിലെ പൂർണ്ണയ എന്ന രൂപതയിലെ ഒരു വൈദികനായിട്ടാണ്. ആ രൂപതയിലെ എല്ലാവരെയും നന്ദിയോടുകൂടി ഇത്തരണത്തിൽ ഡീക്കനോടൊപ്പം നമുക്ക് സ്മരിക്കാം. ആ രൂപതയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഫ്രാൻസിസ് ടിർക്കി, അവിടെ നിന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുവാനായിട്ടെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ്, 4-5 വൈദികർ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും ഈ തിരുക്കർമ്മങ്ങളുടെ നീളമുണ്ട് എന്ന് നമുക്കറിയാം. ദൈവം വിളിക്കുന്നത് പുതിയ പുതിയ ഇടങ്ങളിൽ തൻ്റെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാനാണ്. കേരളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഈ പൂർണ്ണ രൂപത ഉൾക്കൊള്ളുന്ന ബീഹാർ പോലുള്ള പ്രദേശങ്ങളിലുള്ളത്. അവിടുത്തെ മക്കൾക്ക് യേശുവിൻ്റെ സാന്നിധ്യമാകുവാൻ, യേശുവിൻ്റെ സാന്ത്വനത്തിൻ്റെ സുവിശേഷമായി മാറുവാൻ, ഒരു പുരോഹിതനായി വിശ്വസ്തയോടുകൂടി തൻ്റെ കടമകൾ നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട ഡീക്കൻ മിഥിൻ പോളിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്ന വ്യക്തിയിൽ പെട്ടെന്നുണ്ടാകുന്നത് തന്നെക്കുറിച്ച് തന്നെയുള്ള അവബോധമാണ്. കുറവുകളും പരിമിതികളും ബലഹീനതയുമുള്ളവരെയാണ് ദൈവം ഉന്നതമായ ഉത്തരവാദിത്വങ്ങളിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേട്ട ഉടനെ പ്രവാചകൻ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ അനന്തമായ നന്മയുടെ മഹത്വത്തിൻ്റെ മുന്നിൽ അവിടുന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ആൾ താൻ അയോഗ്യനാണെന്നും തന്നിൽ കുറവുകളുണ്ടെന്നും ബലഹീനനാണെന്നുമുള്ള തിരിച്ചറിവിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ തിരിച്ചറിവാണ് ഒരുപക്ഷെ ആ സമർപ്പിതൻ്റെ ഏറ്റവും വലിയ കരുത്തും. ദൈവം തുടർന്ന് പ്രവാചകനോട് പറയുന്നത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം,
ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്. ഒരു സമർപ്പിതൻ്റെ വൈദികൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും അനുഗ്രഹീതമായ അവബോധം ഇതാണ്. എൻ്റെ കൂടെ എന്നെ വിളിച്ച വിശ്വസ്തനായ ദൈവമുണ്ട് എന്നുള്ള അവബോധമാണ്. ദൈവമാണ് വിളിക്കുന്നവനെ ശക്തിപ്പെടുത്തുന്നവൻ. ദൈവത്തിൽ ആശ്രയിച്ചാണ്, അവൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് സമർപ്പിത ജീവിതം, പുരോഹിത ജീവിതം ഇന്ന് നിർവഹിക്കേണ്ടത്. ഏറ്റവും അവസാനം ജെറമ്യാ പ്രവാചകൻ്റെ അധരങ്ങളിൽ ദൈവം സ്പർശിക്കുന്നു. ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് പുരോഹിതൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ അറിയിക്കുവാൻ. ദൈവത്തിൻ്റെ വചനം സദ്വാർത്തയാണ്. ക്രൂശിതനും ഉദ്യതനുമായ ക്രിസ്തുവിനെയാണ് അവൻ പ്രഘോഷിക്കേണ്ടത്. പ്രതിസന്ധികൾ നടന്ന ഇടങ്ങളിലാണ് ഈ ദൗത്യം അവൻ നിർവഹിക്കുക. അവനെ അതിന് പ്രാപ്തനാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഭയപ്പെടേണ്ട, എൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടെന്നുള്ള അവബോധമാണ് പുരോഹിത ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ അനുഭവം. ഇന്നത്തെ രണ്ടാമത്തെ വായന നിത്യപുരോഹിതനായ പ്രധാന പുരോഹിതനായ യേശുവിനെ അനുസ്മരിപ്പിക്കുന്ന തിരുവചനമാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ് നാം കേട്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, സന്ദേശം ഇതാണ്: പുരോഹിതൻ സഹാനുഭൂതിയുള്ളവനാണ്. സഹാനുഭൂതിയുള്ള പുരോഹിതനെക്കുറിച്ചാണ് ഈ എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെട്ടത്. ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ അവൻ്റെ യോഗ്യത കൊണ്ടല്ല, സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല, അത് നൽകപ്പെടുന്നതാണ്. ഈ ബഹുമതി ആരും സ്വയം ഏറ്റെടുക്കുന്നില്ല, ദൈവത്താൽ വിളിക്കപ്പെടുന്നത് കൊണ്ട് നൽകുന്നതാണ്. സ്വയം ബലഹീനതയുള്ളവനാണെന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവരുടെ ബലഹീനതകളെ സഹാനുഭൂതിയോട് മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഈ പുരോഹിതനെ പ്രാപ്തനാക്കുന്നു. യേശുവിൻ്റെ മഹനീയമായ മാതൃകയാണ് ഈ വായനയുടെ അവസാന വചനങ്ങളിൽ കേട്ടത്. തൻ്റെ സഹനത്തിലൂടെ യേശു അനുസരണ അഭ്യസിച്ചു. പുരോഹിത ജീവിതം ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതമാണ്. സഹനത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. യേശുവാണ് പുരോഹിതൻ്റെ മാതൃക. കാരണം പുരോഹിതൻ പങ്കുപറ്റുന്നത് യേശുവാകുന്ന നിത്യപുരോഹിതൻ്റെ പൗരോഹിത്യത്തിലാണ്. ഒരർത്ഥത്തിൽ നമുക്കറിയാം, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് പുരോഹിത ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ച യേശുവിൻ്റെ പുനരുത്ഥാന മഹോത്സവം കഴിഞ്ഞ് സഭ അനുസ്മരിച്ചത് ദൈവകരുണയുടെ ഞായറാഴ്ച ആയിട്ടാണ്. ഫ്രാൻസിസ് പാപ്പ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് യേശു ക്രിസ്തു ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എന്നാണ്. ദൈവപിതാവ് യേശു ക്രിസ്തു ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം എന്നാണ്. യേശുവിൻ്റെ പൗരോഹിതത്തിൽ പങ്കുചേരുന്ന പുരോഹിതനും ഈ കാരുണ്യം തൻ്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ, കാരുണ്യത്തിൻ്റെ അനുഭവങ്ങൾ പകരുവാൻ വിളിക്കപ്പെടുന്നു. ദൈവകാരുണ്യത്തിൻ്റെ മനുഷ്യമുഖമാണ് ഒരു പുരോഹിതൻ. ദൈവകാരുണ്യത്തിൻ്റെ മനുഷ്യമുഖമാണ് ഒരു പുരോഹിതൻ. നമുക്ക് എളുപ്പം മനസ്സിലാവുന്നൊരു കാര്യം, പുരോഹിതൻ ഒരു പാലമായി വർത്തിക്കേണ്ടവനാണ്. പാലം, ബ്രിഡ്ജ്, രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പുരോഹിത ശുശ്രൂഷയിലൂടെ ഒരു പുരോഹിതൻ ദൈവത്തെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലമായി വർത്തിക്കുന്നു. വേർവാക്കിൽ ഒരു ഇടനിലക്കാരനാണ് ഒരു പുരോഹിതൻ. മധ്യവർത്തിയാണ്. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മധ്യേ നിൽക്കുന്നു. മനുഷ്യരുടെ വേദനകളും ദുഃഖങ്ങളും അവരുടെ ക്ലേശങ്ങളും പ്രതീക്ഷകളും അവൻ ഏറ്റുവാങ്ങി പ്രാർത്ഥനയിലൂടെ, ബലിയിലൂടെ ദൈവസന്നിധിയിലേക്ക് അവൻ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും അനുഗ്രഹവും ദൈവത്തിൻ്റെ പ്രത്യാശയും സൗഖ്യവുമെല്ലാം അവൻ കൂദാശയിലൂടെ, അവൻ തിരുവചനങ്ങളിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ
മനുഷ്യരിലേക്ക് പകരുന്ന വ്യക്തിയായി മാറുന്നു. ഈ ഒരു ശ്രേഷ്ഠമായ കർമ്മം നിർവഹിക്കുവാൻ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നവ അഭിഷിക്തനാക്കാൻ പോകുന്ന ഡീക്കന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെല്ലാവരും യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവരാണ്. സഭയിലെ എല്ലാവരും യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാണ്. പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളെല്ലാവരും. ഒരു പുരോഹിതൻ്റെ പൗരോഹിത്യത്തെ സഭ വിശേഷിപ്പിക്കുന്നത് അത് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ്. ദൈവജനത്തിൻ്റെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുവാൻ ഈ പ്രത്യേകം പൗരോഹിത്യ കൂദാശ സ്വീകരിക്കുന്ന വൈദികൻ അവരെ സഹായിക്കുന്നു. ആ ശുശ്രൂഷയാണ് അവൻ്റേത്. അതുകൊണ്ടാണ് പുരോഹിതൻ്റെ പൗരോഹിത്യം ശുശ്രൂഷ പൗരോഹിത്യമാണ്, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. മനോഹരമായ മാതൃക നമ്മൾ കാണുന്നത് തിരുവത്താഴ ദിവ്യബലിയിൽ. തിരുവത്താഴ വേളയിൽ ഈശോ പെട്ടെന്ന് ചാടി എണീൽക്കുന്നു, തൻ്റെ തിരുവസ്ത്രങ്ങൾ മാറ്റുന്നു, മേൽവസ്ത്രം മാറ്റുന്നു, ഒരു തൂവാല ചുറ്റുന്നു, താലത്തിൽ വെള്ളമെടുക്കുന്നു, ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവേൻ. ഞാൻ നിങ്ങൾക്കൊരു വലിയ മാതൃക നൽകിയിരിക്കുന്നു. ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് ഈ പാദം കഴുകുന്ന നിത്യപുരോഹിതനായ യേശുവിൻ്റെ ചിത്രം. ബീഹാറിലെ പൂർണിമ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഇടവകകളിൽ അവിടുത്തെ ദൈവജനത്തിനിടയിൽ ഈ ശുശ്രൂഷയാണ് ഡീക്കൻ മിഥുൻ പോൾ നിർവഹിക്കുവാനായി വിളിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ആവശ്യമാണ്. ഒരു പുരോഹിതൻ അതിൻ്റെ ശുശ്രൂഷയുടെ നിർവഹണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വിശ്വാസമൂഹം, സഭാസമൂഹം നിരന്തരം പ്രാർത്ഥിക്കേണ്ടവരാണ്. കാരണം ഈ വലിയ വിളി ഇതൊരു നിധിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ദൈവവിളി, ഈ കൃപ തങ്ങളാകുന്ന മൺപാത്രത്തിലാണ് സംവഹിച്ചിരിക്കുന്നത്. മൺപാത്രത്തിലെ നിധി, ട്രഷർ ഇൻ ക്ലേ വെസൽ. മൺപാത്രം വളരെ ജാഗ്രതയോടുകൂടി കാത്തു സംരക്ഷിക്കേണ്ടതാണ്. ജാഗ്രത കുറഞ്ഞാൽ അത് വീഴാം, പൊട്ടാം, തകരാം. അപ്പോൾ ഇത് വളരെ ശ്രേഷ്ഠതയോടുകൂടി, ജാഗ്രതയോടുകൂടിയാണ് ഈ പൗരോഹിത്യം എന്നുള്ള ഈ ജീവിതാന്തസ്സിനെയും പദവിയെയും നമ്മൾ സ്വീകരിക്കണം. പ്രാർത്ഥനയിലൂടെ, ദൈവാശ്രയത്തിലൂടെ, ദൈവകൃപയിൽ ആശ്രയിച്ച് ഇത് നിർവഹിക്കുമ്പോഴാണ് അത് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ധന്യമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെ ഈ 2 പേരായി 72 പേരെ പ്രേക്ഷിത ദൗത്യവുമായി അയക്കുന്നതാണ്. അവൻ അയക്കുന്നത് ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് അയക്കുന്നത്. കേരളത്തിന് പുറത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചിലപ്പോഴെല്ലാം വലിയ പ്രയാസങ്ങൾ നേരിടുന്നു എന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ്. പ്രേക്ഷിതനായ മിഷണറിമാർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ധാരാളമാണ്. ഞാൻ സൂചിപ്പിച്ചു, നിത്യപുരോഹിതനായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അന്തസത്ത കാരുണ്യമാ, സഖ അനുഭൂതിയാ. നന്ദി അർപ്പിക്കാം. ഈ പൗരോഹിത യാത്രയിൽ ധാരാളം പേർ ഡീക്കനെ പരിശീലന കാലഘട്ടത്തിലും അതിനു മുമ്പ് കുടുംബത്തിലും ഒക്കെ പ്രാർത്ഥനയിലൂടെ, തങ്ങളുടേതായ ഗൈഡൻസിലൂടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അവരെയെല്ലാം ഈ തരുണത്തിൽ നമുക്ക് നന്ദിയോടുകൂടി ഓർമ്മിക്കാം. പുരോഹിതനായ, നിത്യപുരോഹിതനായ യേശുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വൈദികനായി മരണം വരെയും സന്തോഷപൂർവ്വം യേശുവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ, കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ ജനങ്ങൾക്ക് പകർന്നു നൽകുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും നവ അഭിഷിക്തന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുക്കർമ്മങ്ങളിലൂടെ ധാരാളം ദൈവവിളികൾ നമ്മുടെ ഒരുക്കുമ്പോൾ ഇടവകയിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൽ കേട്ടതുപോലെ, വിളവധികം വേലക്കാരോ ചുരുക്കം.
അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് തൻ്റെ വയലിൽ കൊയ്ത്തുകാരെ അയക്കുവാൻ നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ.